നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വ്യക്തിവൈരാഗ്യമാണ് നടിക്കുന്ന ദിലീപിന്റെ വാദം പൊളിച്ചടുക്കി നടിയുടെ പ്രതികരണം. തെറ്റായ പ്രചാരണങ്ങൾ നിർത്തണം. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരെയും പ്രതിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദിലീപുമായി സാമ്പത്തിക ഭൂമി ഇടപാടുകളില്ലെന്നും നടി. ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുത്തു. അപ്പുണ്ണിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. അൻവർ സാദത്ത് MLAയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് DYFI. നഴ്സുമാരുടെ അനിശ്ചിതകാല സമരത്തെ നേരിടാനുറച്ച് ഒരു വിഭാഗം ആശുപത്രി മുതലാളിമാർ. തിങ്കളാഴ്ച മുതൽ ആശുപത്രികൾ അടച്ചിടുമെന്ന് ഉടമകൾ. സമരത്തിനില്ലെന്നും മറുവിഭാഗം. ആശുപത്രികൾ അടച്ചിടരുതെന്ന് സർക്കാർ. ആശുപത്രികൾക്കും നഴ്സുമാർക്കും ഉത്തരവാദിത്വമില്ലേ എന്ന് ആരോഗ്യമന്ത്രി. സമരം ശക്തമാക്കി നഴ്സുമാർ. മുന്നണി മാറ്റ നീക്കം വേഗത്തിലാക്കി JDU. കോടിയേരിയുടെ ക്ഷണം സ്വാഗതാർഹമെന്ന് JDU നേതാക്കൾ. JDUവിനെ സ്വാഗതം ചെയ്ത് വൈക്കം വിശ്വനും. സംഘപരിവാറിന് പ്രതിരോധം ഉയർത്താൻ ആവശ്യമെങ്കിൽ മുന്നണി മാറ്റമാകാമെന്ന് ശ്രേയാംസ് കുമാർ. അനുനയ നീക്കവുമായി കോൺഗ്രസ്. കൊക്കക്കോള ഇനി പ്ലാച്ചിമടയിലേക്കില്ല. വീണ്ടും ഫാക്ടറി തുറക്കില്ല. നിലപാടറിയിച്ചത് സുപ്രീം കോടതി. ADGP ടോമിൻ തച്ചങ്കരിക്കും സർക്കാരിനുമെതിരെ വീണ്ടും ഹൈക്കോടതി. ADGP പദവി വിജിലൻസ് അന്വേഷണത്തെ ബാധിക്കില്ലേ എന്ന് ചോദ്യം. വിജിലൻസിന് തലവൻ ഇല്ലാതായത് എങ്ങനെയെന്നും ഹൈക്കോടതി. തെളിവുകൾ കാട്ടിക്കൊടുക്കാൻ ദിലീപിന്റെ യാത്രകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ തൃശൂരിലെ വിവിധയിടങ്ങളിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. ദിലീപ് അഭിനയിച്ച ജോർജ് പൂരത്തിന്റെ ലൊക്കേഷനിലും ചിത്രവുമായി ബന്ധപ്പെട്ട് താമസിച്ച ഹോട്ടലുകളിലുമാണ് തെളിവെടുപ്പിനായി ഇന്ന് എത്തിച്ചത്. അതേസമയം ദിലീപിന്റെ അറസ്റ്റിനു ശേഷം ഇതാദ്യമായി ആക്രമണത്തിനിരയായ നടി പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അതേസമയം സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് ദിലീപിന്റെ അറസ്റ്റിനു പിന്നിലെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപ് സൂചിപ്പിച്ചു. നടിയുടെ പേര് പരാമർശിച്ച് നടത്തിയ പരാമർശത്തിൽ നടൻ അജു വർഗീസിന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. അതേസമയം തൃശൂരിൽ ഇന്ന് തെളിവെടുപ്പിന് എത്തുമ്പോൾ ദിലീപിന് നേരെ ജനം കൂക്കി വിളിച്ചു. അതേസമയം AYF പ്രവർത്തകർ കരിങ്കൊടിയുമായി ദിലീപിനെ വരവേറ്റു. ഒപ്പം തന്നെ അൻവർ സാദത്ത് MLAയുടെ ഇടപാടുകൾ ബന്ധത്തെക്കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യവുമായി DYFI രംഗത്ത് വന്നു. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് തൃശൂരിൽ ഇന്ന് പകൽ രാവിലെ സംഭവിച്ചതാണ്. തൃശൂരിലെ ക്ലബിൽ എത്തി തെളിവെടുക്കുമ്പോൾ ന്യൂസ് 18 പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഈ ചർച്ചയിൽ സംവിധായകൻ ശ്രീ രാജസേനൻ, ശ്രീ ബൈജു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് MC ആഷി എന്നിവരാണ് ഉള്ളത്. ഒപ്പം തന്നെ പ്രൈം ഡിബേറ്റ് നഴ്സുമാരുടെ സമരത്തെ തുടർന്ന് ആശുപത്രികൾ അടച്ചിടാൻ നിർബന്ധിതരാകുന്നു എന്ന് പറയുന്ന ആശുപത്രി ഉടമകളുടെ പുതിയ നിലപാടും പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ഇതേ തുടർന്ന് ആദ്യം ഈ വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക്. ശ്രീ രാജസേനൻ, ഈ വിഷയത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നടിയുടെ പ്രസ്താവനയാണ്. ഇന്നലെ ജാമ്യ ഹർജിയിൽ പറയുന്നൊരു പരാമർശമുണ്ട്. അതായത് ദിലീപിന് വ്യക്തിവൈരാഗ്യമില്ല, പകരം ആ രണ്ട് സ്ത്രീകൾക്കാണ് വ്യക്തിവൈരാഗ്യം. ആ രണ്ട് സ്ത്രീകളെന്ന് ഉദ്ദേശിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പരാമർശിക്കുന്ന രണ്ട് സ്ത്രീകൾ, ഒന്ന് മഞ്ജു വാര്യരും മറ്റൊന്ന് ആക്രമിക്കപ്പെട്ട നടിയും. അവർക്കാണ് ദിലീപിനോട് വ്യക്തിവൈരാഗ്യം എന്ന മറുവാദമാണ് ജാമ്യ ഹർജിയിൽ കോടതിയിൽ ദിലീപ് ഉന്നയിച്ചത്. അതടക്കം വന്ന ഘട്ടത്തിൽ ആർജവത്തോടെ നടി പറയുന്നു ദിലീപുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ ദിലീപിന്റെ വാദം പൊളിച്ചടുക്കിയാണ് ആ നടി ഈ ഒരു വിശദീകരണം പ്രസ്താവന ഇറക്കിയത് നിലപാടോടെ. ഭൂമി പണമിടപാടുകളില്ല അന്വേഷണ സംഘത്തോട്, പക്ഷെ ആരുടെയും പേര് ചേർക്കാൻ പറഞ്ഞിട്ടുമില്ല. ഈ നിലയിൽ നടി പ്രസ്താവന നടത്തുന്ന സാഹചര്യം. അതേസമയം ദിലീപിന്റെ സഹോദരൻ അനൂപ് പറയുന്നു സിനിമയെ വെല്ലുന്ന തിരക്കഥ, ബിഗ് ട്രാപ്പ്, ദിലീപിനെ കുടുക്കുകയായിരുന്നു എന്ന ആവർത്തനം അവരുടെ ഭാഗത്തു നിന്ന്. ഇപ്പോഴത്തെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരുന്നത് കാണുമ്പോൾ ശ്രീ രാജസേനന് തോന്നുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ തലയ്ക്ക് വട്ടായി. കാരണം ഇത്രയൊന്നും ആലോചിക്കാനും മനസ്സിലാക്കാനുമുള്ള, പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള അല്പം
ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു തല എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടിയുടെ പ്രസ്താവനയോടോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോടോ ഈ അനൂപ് പറഞ്ഞ തിരക്കഥയോടോ ഒന്നും വ്യക്തമായിട്ട് പ്രതികരിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ആകെപ്പാടെ തോന്നിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ വലിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ഇത് ദിലീപിൻ്റെ മാത്രം തലയിൽ ഉദിച്ച ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ദിലീപ് മാത്രമല്ല ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് ഉറപ്പാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് തെളിയും. കാരണം ഇപ്പം തന്നെ ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അവരുടെ മേലെ അന്വേഷണം നടക്കുന്നുണ്ട്, രഹസ്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട് പലരുടെ പേരിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ നടിയുടെ പ്രസ്താവനയെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും പറയാനുള്ള ഒരു നോളജ്, ഒന്നാമത്തെ കാര്യം ഇന്നത്തെ കാര്യങ്ങൾ വളരെ ക്ലീനായിട്ട് ഞാൻ കേട്ടിട്ടും ഇല്ല. തീർച്ചയായും അത് വിട്ടേക്കാം, അതല്ല നമ്മൾക്ക് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടു. പക്ഷേ ഇതിലൊരു ഗൗരവമായ സാഹചര്യം ശ്രീ രാജസേനൻ കാണുന്നത്, ദിലീപിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ അറിവുള്ളവർ, ബന്ധമുള്ളവർ എന്നതിനേക്കാൾ അപ്പുറം സിനിമാ രംഗത്തുള്ളവർക്കടക്കം അറിവുള്ളവരുണ്ടാകാം. ആ അറിവ് പലരും ഇങ്ങനെ ഒരു നീചകൃത്യം നടക്കുന്നത് അറിയിക്കേണ്ടവരെ അറിയിച്ച് തടയാൻ സന്നദ്ധത കാണിച്ചില്ല എന്നതുപോലെയുള്ള അറിവും ബന്ധവുമുള്ള കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയാണ് രാജസേനൻ കാണുന്നത്. അത്ര വലിയ സ്വാധീനം ദിലീപ് സൃഷ്ടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി മലയാള സിനിമയിലും സംഘടനകളിലും എന്നാണോ ശ്രീ രാജസേനൻ? അല്ല, സിനിമയിൽ ദിലീപിനുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് അനിഷേധ്യമാണ്. അതായത് ഏറ്റവും മലയാള സിനിമയിലെ കഴിഞ്ഞൊരു 15 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ സിനിമയിലെ ഏറ്റവും വലിയ ആളാരാന്ന് ചോദിച്ചാൽ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാരാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നടന്മാരിൽ നിന്നല്ല എല്ലാ അർത്ഥത്തിലും, അതായത് നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്കാണെങ്കിലും ദിലീപ് ഒരു വളരെ വലിയൊരു നിർമ്മാതാവാണ്, വലിയ തിയേറ്റർ ഉടമയാണ്. പിന്നെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ, ധാരാളം സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു കലാകാരനാണ്. പിന്നെ അതിലെല്ലാം ഉപരി സംവിധായകരെ എങ്ങനെ നിയന്ത്രിക്കണം എന്നും പുള്ളിക്കറിയാം. ഈ സംവിധായകരെ നിയന്ത്രിക്കാൻ തുടങ്ങിയ ആദ്യത്തെ നടൻ, മലയാളത്തിലെ ആദ്യത്തെ നടൻ എനിക്ക് തോന്നുന്നു ദിലീപാണ്. ദിലീപിനെ കണ്ടാണ് മറ്റുള്ളവരൊക്കെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ദിലീപിൻ്റെ മലയാള സിനിമയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസക്തിയുള്ളൊരു സാന്നിധ്യമാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പല സംശയങ്ങളും മറ്റുള്ളവർക്ക് പലർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട്. കാരണം പ്രസ്താവനകൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോലീസ് ഒന്ന് ലാൻഡ് ചെയ്യുമ്പോഴേക്കും വേറെ പ്രശ്നം കയറി വരുന്നു. ഇപ്പോൾ തന്നെ ശ്രീ ബൈജു കൊട്ടാരക്കര ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കലാഭവൻ മണിയുടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിപ്പോൾ 2 ദിവസം കൊണ്ട് കലാഭവൻ മണിയുടെ ഒരു ഇഷ്യൂ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതെങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇനി റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ അത് കണക്റ്റഡ് ആണോ എന്നുള്ള എനിക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അത്രയും വലിയ വ്യാപ്തിയിലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. തീർച്ചയായും ഞാൻ ഈ പ്രശ്നത്തിൽ ശ്രീ രാജസേനൻ ബൈജു കൊട്ടാരക്കരയോട് തന്നെ ചോദിക്കാം. ബൈജു, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. കോഴിക്കോട് നിന്നാണ് ഒരു ടെലിഫോൺ കോൾ വന്നത്. രാജാക്കാട്, ഇടുക്കി ജില്ലയിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. ഭൂമി ഇടപാടുമായി കലാഭവൻ മണിക്കും ദിലീപിനും ഇടയിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു. മണിയുടെ സഹോദരൻ എന്നത് പറയുകയും ചെയ്തു. CBI ഏതായാലും അക്കാര്യത്തിൽ മൊഴിയും രേഖപ്പെടുത്തി. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അതാണ് രാജസേനൻ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈജു കൊട്ടാരക്കര പറയാവുന്നത് പറയും എന്ന് വിചാരിക്കും. കാരണം CBIക്ക് മൊഴി കൊടുത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇന്ന് പുലിമുരുകന്റെ സംവിധായകൻ, സൂപ്പർ ഹിറ്റ് സംവിധായകൻ ബൈജു, ഒരു നിമിഷം, വൈശാഖ് പറഞ്ഞിരിക്കുന്നു, നിരപരാധിയാണെങ്കിൽ കേരളം എങ്ങനെയാണ് മാപ്പു പറയുക ദിലീപിനോട്? തനിക്കറിയാവുന്ന ദിലീപിന് ഇത് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സിനിമാ മേഖലയ്ക്കകത്ത് അങ്ങനെ പരസ്യമായി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് വാദഗതികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖ് തുടർച്ചയായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെ എഴുതുന്നു. ഈ നിലയിൽ ചർച്ച ചെയ്യുന്നത് തന്നെ വലിയ അപകടമാണ് എന്ന നിലയിലേക്കുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നു. പല താരതമ്യങ്ങളും ഉണ്ടാകുന്നു. ദിലീപ് അനുകൂലികളായ ആളുകൾ അമ്മ എന്ന സംഘടനയിൽ പതുക്കെ ഒത്തുകൂടുന്ന സൂചനകൾ വന്നു തുടങ്ങുന്നു. ഇതിനിടയിൽ ഈ പ്രസ്താവനകളെ തള്ളിക്കളയാവുന്നതാണോ? സൂക്ഷ്മതയോടെ കാണുന്നുണ്ടോ ബൈജു കൊട്ടാരക്കര? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു കേസ് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി നിന്നൊരു സമയമുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു പോലീസ് ഒരു സമയം കൊടുത്തതാവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയമാകുമ്പോഴേക്കും എല്ലാം റിലീസായി, ആരും ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ഇതൊന്ന് പൊങ്ങി വരുന്നത് ആ കത്തെഴുതുന്ന കാലം മുതൽ ദിലീപ് കേസ് കൊടുത്തു എന്ന് ദിലീപ് പറയുന്ന കാലം മുതലാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം ആദ്യം ചോദിക്കട്ടെ ശരത്തെ. അതായത് കേരള പോലീസിൽ ഇവരുടെ എല്ലാവരുടെയും ഇന്നത്തെ ഈ പ്രസ്താവനകളും കാര്യങ്ങളെല്ലാം കേട്ടാൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണെന്നറിയാമോ? നേരത്തെ ദിലീപിനെ എങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ നേരത്തെ ദിലീപിനെ എങ്ങനെ സംരക്ഷിക്കാൻ അവർ കൂട്ടുകൂടിയോ, അതിലും പ്രബലരായി ഇദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് ഊരാനൊരു ശ്രമം നടത്തുന്നു. നേരത്തെ നമ്മൾ കണ്ടു അഡ്വക്കേറ്റ് ആളൂരിനെയും അതേപോലെ ഫെനി ബാലകൃഷ്ണനെയും ഒക്കെ ഇതിനകത്ത് ഓരോരോ കഥാപാത്രങ്ങളൊക്കെ ഇറക്കി എന്തെല്ലാം കഥകൾ മെനഞ്ഞു. ദിലീപ് കൊടുത്ത കേസ് ചാർജ് ചെയ്തു പോലുമില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടു. ഇന്ന് ദിലീപിന്റെ ബ്രദർ പറഞ്ഞു അതൊരു അനിയന്റെ ചിലപ്പോൾ വികാരപ്രകടനമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പുള്ളി വളരെ ആത്മവിശ്വാസത്തോടെ കാര്യം പറഞ്ഞു, എന്താ ദിലീപ് ഇറങ്ങി വരും, അങ്ങനെ ഇറങ്ങി വരും എന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എവിടെയോ നേരത്തെ നടന്നതിലും അതിൻ്റെ ഒരു 10 ഇരട്ടി ശക്തിയിൽ വേറൊരു ശക്തി ഇതിനകത്തൊരു ഗൂഢാലോചന തന്ത്രം ആലോചിക്കുന്നു. അല്ലെങ്കിൽ അനൂപിന് എങ്ങനെ പറയാൻ പറ്റും ദിലീപിനെതിരെയാണ് ഗൂഢാലോചനയെന്ന്? അങ്ങനെയാണെങ്കിൽ പോലീസ് കണ്ടുപിടിക്കണ്ടേ? കേരള പോലീസ് ഈ രീതിയിൽ ഒരു കേസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഫ്രെയിം ചെയ്തല്ല, പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. കേരള പോലീസ് ഇത്രയധികം ഒരു കേസ് ഇത്രയധികം തെളിവുകളോടെ കൊണ്ടുവന്നപ്പോൾ ഇതിനെ എങ്ങനെ ഇവർക്ക് ഇത് പോലീസ് ഫ്രെയിം ചെയ്ത കേസാണെന്ന് പറയാൻ പറ്റും? ഒരു കാലത്ത് പറയാൻ പറ്റുമോ? കേരള ഗവൺമെന്റും കേരള പോലീസും കൂടെ നിലപാട് ആദ്യ ചോദ്യം ചെയ്യലിൽ രാത്രിയിൽ അവിടെ എത്തിയതു മുതൽ ഇങ്ങോട്ട് സിദ്ദിഖ് തുടർച്ചയായി പരസ്യമായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അതിന്റെ നേതൃപരമായ ഒരു സൂചനയായിട്ടാണോ ബൈജു കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സിദ്ദിഖ് എങ്ങനെയാ രാത്രി 12:30 മണിക്ക് അവിടെ ആലുവ പിന്നെ പോലീസ് ക്ലബ്ബിൽ പോകുന്നത്? 12:30 മണി വരെ സുഹൃത്തിനെ കുറിച്ച് ഓർത്തില്ലല്ലോ. 12:30 മണിക്ക് പിന്നെ ശ്രീ സിദ്ദിഖും നാദിർഷയുടെ ബ്രദറും കൂടെ ചെന്നപ്പോഴാണല്ലോ ദിലീപിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് എന്തോ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ പോലീസിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇന്ന് ഈ പോലീസ് വ്യക്തമായ തെളിവുകളില്ലാതെ വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ ദിലീപിനെ പോലൊരു താരത്തെ അറസ്റ്റ് ചെയ്യാൻ മുതിർന്നാൽ നാളെ ഇത് തെളിയാതെ വെളിയിൽ പോയാൽ ഈ പോലീസിന്റെ മുഖം എവിടെയായിരിക്കും? ഈ കേരള പോലീസിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഗവൺമെന്റിന് ഇതിന് എന്ത് വിശദീകരണം കൊടുക്കാൻ പറ്റും? പോലീസ് ഫ്രെയിം ചെയ്ത കേസാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒന്ന് മൗനം പാലിച്ച, ഒന്ന് പതുങ്ങി നിന്ന പല ആളുകളും സിനിമാ സംഘടനകൾക്കുള്ളിൽ പല സംഘടനകളിലും വിശേഷിച്ച് അമ്മ എന്ന താരസംഘടനയിൽ തല പൊക്കി തുടങ്ങിയോ? കാരണം അന്ന് അവിടെ എത്തിയതിനെക്കുറിച്ച് സിദ്ദിഖിൻ്റെതായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. അതിനുശേഷം ജനറൽ ബോഡി യോഗത്തിലായാലും വാർഷിക യോഗത്തിലായാലും അതിനുശേഷമായാലും ഒക്കെ സിദ്ദിഖ് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഫേസ്ബുക്കിൽ സിദ്ദിഖ് എഴുതിയതാണ് അത് വന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും തെളിവായി വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒരു പ്രശ്നമാണ് സൂചിപ്പിച്ചത്, അതിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കഴിയാത്തവർ എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഇന്ന് ദിലീപിനെതിരെ കൊലവിളി നടത്തുന്നു. യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ പ്രശ്നം അവരുടെ തന്നെ സഹപ്രവർത്തകയെ ആക്രമിച്ച കേസിലാണെന്നുള്ളത് വിസ്മരിക്കുന്ന വിധത്തിലുള്ള പരാമർശം നടത്താൻ പോലും സിദ്ദിഖ് മടിക്കുന്നുവെങ്കിൽ സിദ്ദിഖിനൊപ്പം ആ നിലയിൽ ഇപ്പോൾ അനുകൂലികളായി ശക്തമായി രംഗത്ത് ആളുകൾ വരുന്നുണ്ടോ ബൈജു? ഉണ്ടാവണം. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു മാഫിയ ശക്തി തന്നെയാണ്, യാതൊരു സംശയമില്ല ഇതിനകത്ത്. അത് അവരുടെ ഒരു ഉയർച്ച തന്നെയാണ് അത് കാണിക്കുന്നത്. അതിന് ആരെങ്കിലും വശമതരായാൽ ചിലപ്പോൾ നാളെ മലയാള സിനിമയിൽ ഒരു വലിയ സ്ഫോടനത്തിന് ഇടയാവാനുള്ള സാധ്യതയും ഞാനിത് കാണുന്നു. കാരണം അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല ശരത്തെ ഈ കേസിൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്കൻഡ് പറഞ്ഞോളൂ ബൈജു പറഞ്ഞോളൂ. ഞാനാണോ? അതെ, ബൈജു പറഞ്ഞോളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് നടന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യം പറഞ്ഞാണ്. ഈ പെൺകുട്ടി പറഞ്ഞു വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു. ദിലീപും ഈ വ്യക്തിവൈരാഗ്യത്തിന് കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രം മതി ഈ കേസിന്റെ ഈ ഗൂഢാലോചന തെളിയിക്കാൻ. കാരണം എന്താ, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പത്രമാധ്യമങ്ങൾ കൂടെ വായിച്ചത്, ഈ പെൺകുട്ടിയുടെ ചെവി മുതൽ ഏതാണ്ട് ഈ ബ്രസ്റ്റിന്റെ ആ ഭാഗം വരെ വളരെ വ്യക്തമായിട്ട് എടുക്കുമ്പോൾ കയ്യിലെ ഒരു മോതിരം ഉണ്ടായിരുന്നു കയ്യിൽ. ആ മോതിരം വളരെ വ്യക്തമായി FIR-ലുള്ളതാണ്.
ആ വളരെ വ്യക്തമായി ആ മോതിരം കാണണമെന്നായിരുന്നു. ഈ മോതിരം കാണിച്ചും ഈ ഇങ്ങനെ ഒരു സീൻ പകർത്തി ഒരു വീഡിയോ കൊണ്ടുവന്ന് തെളിവായിട്ട് കൊണ്ടു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൾസർ സുനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തിവൈരാഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് അത്രയും തെളിവുകൾ അത്രയും എവിഡൻസ് ആയിട്ട് പോലീസ് കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് കേസ് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ, അന്ന് ആ സമയത്താണ് ആളൂരിനെ പോലെയും ബാലകൃഷ്ണനെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ വക്കീലന്മാർ ഇറങ്ങിയത്. ഇപ്പം ദാ രാംകുമാർ സാർ വന്നിരിക്കുന്നു. എനിക്കൊക്കെ വളരെയധികം ബഹുമാനമുള്ളൊരു അദ്ദേഹമായിരുന്നു രാംകുമാർ സാർ. രാംകുമാർ സാർ വന്നിട്ട് ഈ കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഏറ്റിട്ടാണോ അതിന് മുമ്പാണോ എന്ന് എനിക്കറിയില്ല, ഒരു ദിവസം ഒരു ചാനലിലിരുന്ന് പറയുന്നതുണ്ടായി, ദിലീപ് ഇതിൽ പ്രതിയാവാൻ സാധ്യത ഉണ്ടോ, ഒരു സംശയം ചോദിച്ചു. അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് വന്നത് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് ചോദിച്ചത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു സമയത്താണ്. ഇതെല്ലാം കൂടെ ഒന്ന് കണക്കൂട്ടി അഭിഭാഷകരായത് നിയമോപദേശം തേടി മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യത ദിലീപും നാദിർ ഷേഖ് തേടുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. അക്കാലത്ത് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടാകാം, നമ്മൾക്കറിയില്ല. ഒരു ചെറിയ കാര്യം കൂടി ശ്രീ രാജസേനൻ, അഡ്വക്കേറ്റ് MC ആഷിലേക്ക് വരും മുമ്പ്, ഈ അമ്മ എന്ന സംഘടനയിൽ ഇപ്പോൾ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ വളരെ പരസ്യമായി തന്നെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അന്ന് പൃഥ്വിരാജൊക്കെയാണ് അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം കൂടിയപ്പോൾ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചത്. അതിനൊപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനും നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഉടനടി പുറത്താക്കുന്ന കടുത്ത തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ അസ്വസ്ഥരായ, അതിൽ വിയോജിപ്പുള്ള മുതിർന്ന അഭിനേതാക്കളുടെ, നടന്മാരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ പതുക്കെ രൂപപ്പെട്ട് ബലപ്പെട്ട് വരുന്നതിൻ്റെ ഒരു സൂചനയുണ്ടോ? താരസംഘടനയുടെ തലപ്പത്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക അടക്കമുള്ള നടപടികൾ വരെ ഉണ്ടാകാം. ആ നിലയിൽ ഇപ്പോഴത്തെ ഈ സംഘടനാ സംവിധാനത്തിലെ ദിലീപ് സൃഷ്ടിച്ച സംസ്കാരത്തിന് ഒരു മാറ്റവും വരുത്താതെ അതേപടി തുടരാൻ ജയിലിലാകുമ്പോഴും ദിലീപിൻ്റെ ആളുകൾ ആ സംഘടനകളിൽ ശക്തരായി തുടരാൻ സാധ്യത കാണുന്നുണ്ടോ ശ്രീ രാജസേനൻ? അതായത് ഞാൻ മനസ്സിലാക്കിയ ദിലീപ് എന്ന് പറയുന്ന ഒരു കലാകാരൻ, ഒരു വ്യക്തിയുണ്ട്. ആ കലാകാരനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്ര എളുപ്പമൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, തോൽക്കുന്ന ആളുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലിപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ദിലീപ് ഒരു പ്രതിയാണെന്നോ കുറ്റക്കാരനോ ആണോ എന്നുള്ളത് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആയിട്ടില്ല. ഒരു പക്ഷേ ദിലീപ് പ്രതിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും ദിലീപ് പുറത്തേക്ക് വരും, അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കഴിവുള്ള പോലീസുകാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരുണ്ട്, മന്ത്രിസഭയുണ്ട്. ഇതൊന്നും ഒരു സത്യസന്ധമായ രീതിയിലേക്കായിരിക്കത്തില്ല പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അവരോടൊപ്പം നിൽക്കാൻ ഈ സംഘടനയിലെ, അമ്മയിലെ തന്നെ വലിയൊരു സംഘം ആൾക്കാരുണ്ട്. അതൊക്കെ ഈ സർക്കാരിൻ്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ദിലീപിനെ അമ്മ എന്ന് പറയുന്ന സംഘടന കൈവിടും എന്ന് വിചാരിക്കുകയേ വേണ്ട, കൈവിടാൻ സാധിക്കത്തുമില്ല. കാരണം ദിലീപിന്റെ ശക്തി എന്ന് പറയുന്നത് അത്രയും വലിയ ശക്തിയാണ്. അഡ്വക്കേറ്റ് MC ആഷി, വേഗത്തിലൊരു കാര്യം, അതായത് ഈ ദിലീപും ഈ നടനും ദിലീപും സുനിലും തമ്മിലുള്ള ബന്ധമറിയാവുന്ന ഒരു നടി ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു, അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. എന്നാൽ ഇതേ അറിവുണ്ടായിരുന്ന ചില നടന്മാർ ഇത് സ്വമേധയാ അറിയിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. അത് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ഇത്ര വൈകാതെ തന്നെ ദിലീപും ഈ കേസുമായുള്ള ബന്ധത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയുമായിരുന്നു. അത്തരം ഉത്തരവാദിത്വം നിറവേറ്റാത്തവർ, അതിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഉണ്ട് എന്ന് സംശയിക്കാം ന്യായമായി. ഇപ്പോൾ പൾസർ സുനി മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു. പക്ഷേ മുകേഷ് ഒരു അമിത വേഗത കൊണ്ട് പുറത്താക്കി പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ഒരു ലളിത രീതിയാണ് ആദ്യം എടുത്തത്. അതിനപ്പുറം ആ ഉത്തരവാദിത്വത്തോടുകൂടി ഈ ഗൗരവമായ കുറ്റം ചെയ്ത ഒരു ക്രിമിനൽ എന്ന നിലയിൽ സ്വമേധയാ എത്രമാത്രം ഈ അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കൈമാറിയിരുന്നു. അന്ന് കൈമാറിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അബാദ് പ്ലാസയിലെ സംഭവം, മുകേഷ് ദിലീപുമായുള്ള ആ 2013 ബന്ധം, ഇതിലേക്കൊക്കെ പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങൾ അവർ സ്വമേധയാ നൽകിയിട്ടില്ല എന്ന് വേണം ധരിക്കാൻ. ഗുരുതരമായ തെറ്റ്. ഒന്ന്, ദിലീപ് ഞങ്ങളെല്ലാം വിശ്വസിപ്പിച്ചു, അതുവഴി പറ്റിച്ചു എന്ന് പറയുന്നതിലെ ഇവരുടെയൊക്കെ ഒരു വലിയ പരാജയവും തെറ്റും ഇവർ സമ്മതിക്കുകയല്ലേ? മറുഭാഗത്ത് അൻവർ സാദത്ത് എന്നൊരു MLA, അവിടുത്തെ MLA ആണ്, ശരിയാണ്, ദിലീപിൻ്റെ MLA ആണ് എന്നതിനപ്പുറത്തേക്കുള്ളൊരു ബന്ധത്തിൻ്റെ സംശയം അന്വേഷണ സംഘത്തിൽ ജനിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഇടപെടലുകൾ മറുഭാഗത്തുണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ വിഷയത്തിലെ പുതിയ സംശയം ജനിപ്പിക്കുന്ന ദിലീപിൻ്റെ സഹായത്തിൻ്റെ സൂചനകൾ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ ഗൗരവമായി കാണുന്നുണ്ടോ അഡ്വക്കേറ്റ് MC ആഷി?
അത്തരം വിഷയങ്ങൾ തന്നെയാണ് ഈ കേസിനെ ഒരു ഗൗരവമുള്ള സംഭവമാക്കിയിട്ട് മാറ്റുന്നത്. ഇത് പൊതുജന ശ്രദ്ധയെ ആകർഷിക്കുന്നതും മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നതും അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതും ഇത്തരം ചില സമീപനങ്ങളാണ്. ഈ സിനിമാ രംഗത്ത് നിന്നുള്ള പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകൾ ഈ കാര്യത്തിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ന്യായമായ പൂർത്തീകരണത്തിന് വേണ്ടി സഹകരിക്കുമെന്നോ ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്നോ നമുക്കിപ്പോഴും വ്യക്തമാക്കാൻ വേണ്ടി കഴിയില്ല. സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ടാണ് ആദ്യത്തെ നിലപാടിൽ നിന്ന് അമ്മ തന്നെ പിന്മാറിയിട്ടുള്ളതെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. ഇത്തരം വസ്തുതകൾ നിലനിൽക്കെ ഇവർക്കറിയാവുന്ന വിവരങ്ങൾ ഇവർ ഏത് തരത്തിൽ കൈമാറും? സിനിമയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിനാണ് ഇത് നടക്കുന്നത്. പൂർണ്ണമായും സിനിമയ്ക്കകത്ത് ഉള്ള വിഷയങ്ങളും അതിൻ്റെ വൈരാഗ്യങ്ങളും അതിൻ്റെ തർക്കങ്ങളുടെയും ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു കുറ്റകൃത്യമാണിത്. സിനിമയിലുള്ളൊരു വ്യക്തി പുറത്തുള്ള ഒരാളെയല്ല ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ തുടർ അന്വേഷണ സാഹചര്യങ്ങളിൽ കാര്യമായി സഹായം ചെയ്യാൻ കഴിയുന്ന സാക്ഷികളും തെളിവുകളും വരേണ്ടത് ഇതിനകത്തു നിന്ന് തന്നെയാണ്. പക്ഷേ അത് ബോധപൂർവമായ ചില ഇടപെടലുകളിലൂടെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കലാകാരനൊരു പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് CPIM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ പക്ഷമല്ല. അതൊരു നേരിൻ്റെ പക്ഷമാകണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ ജീവിച്ചിരുന്ന കലാകാരന്മാർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ് അക്കാര്യം. പക്ഷേ ഇവിടെ പക്ഷം പിടിക്കുന്നത് ബിസിനസ്സിൻ്റെയും അതുപോലെ വൻകിട സാമ്പത്തിക ഇടപാടുകളുടെയും സ്വന്തം കരിയറുകൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾ തയ്യാറാകുകയും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് സിനിമാ രംഗത്തെ കലാകാരന്മാർ പക്ഷം പിടിക്കുന്നത് നമുക്ക് ആശാസ്യകരമായിട്ടുള്ളൊരു സംഗതിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് സിനിമാ രംഗത്ത് ഈ പറയുന്ന സഹപ്രവർത്തകർ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ചോദിച്ചാൽ ഇവിടെ ആർക്കും സംശയം ഉണ്ടാകാനും ഇടയില്ല. ഇവിടെ രണ്ടാമത്തെ പ്രശ്നങ്ങൾ ഒരു കാര്യം, ഒരു തരത്തിലും പൊതുസമൂഹത്തിന്റെ യുക്തിക്ക് നിരക്കാത്ത നിലയിലാണ് ഇത്ര പച്ചയായി ഈ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ മകൻ എന്ന ഒരു പ്രേമം ഇവർ വളരെ പരസ്യമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ അന്വേഷണത്തിന്റെ ഈ മുന്നോട്ട് പോക്കിൽ അത്തരം ഈ പൊള്ളയായ വിശേഷണങ്ങളോ വിശദീകരണങ്ങൾക്കോ ഇനി സ്കോപ്പുണ്ടോ ഈ പറയുന്ന സഹപ്രവർത്തകർക്ക്? അല്ല, സഹപ്രവർത്തകർ ഇത്തരം പിന്തുണയുമായി വന്നാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവഹേളിക്കപ്പെടുക എന്നുള്ള രീതിയിലേക്കാണ് മാറുക. ഇത് ഒരു കാര്യം ഇവർ ആലോചിക്കേണ്ടതുണ്ട്. ഇവർ ഏത് മേഖലയിൽ എത്രയൊക്കെ പ്രവർത്തിച്ചാലും അത് അവസാന വിലയിരുത്തലിന് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് മുന്നിലാണ്. നാളെ ഇവരൊക്കെ ക്രിമിനലുകളാണ്, ഇവർ വെള്ളിത്തിരയിൽ വന്ന് പറയുന്ന വേദാന്തങ്ങൾ മുഴുവൻ കള്ളത്തരമാണ് എന്ന് ഇവിടുത്തെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഒരു വിലയുമില്ല ഈ സമൂഹത്തിനകത്ത്. അത് അവർ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കെ നേരിന്റെ പക്ഷത്ത് എന്നുള്ള നിലപാടിൽ നിന്ന് ബോധപൂർവ്വം മാറി നിൽക്കുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ആരോ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു രംഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് ആളുകളെ അകറ്റും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനിടയിലാണ് ഇവർക്ക് ഇപ്പോൾ മുകേഷ് അടക്കമുള്ള ആളുകൾക്ക് ഈ ആക്ഷേപങ്ങളൊക്കെ നേരിടുമ്പോഴും മൊഴി എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നു എന്ന് പറയുമ്പോഴും സഹപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് വേണമെങ്കിൽ നടത്തി കൊടുക്കാം. പക്ഷേ അൻവർ സാദത്ത് എന്ന് പറയുന്ന ഈ പ്രശ്നത്തിലേക്ക് കടന്നു വരുന്ന ദിലീപിന്റെ സ്വന്തം MLA എങ്ങനെയാണ് സംശയത്തിന്റെ കൂടുതൽ നിഴലിലേക്ക് വഴിമാറപ്പെടുന്നത്? അതും ഗൗരവതരമാണോ? ഏറ്റവും അധികം ഫോൺ കോളുകൾ ഈ സംഭവത്തിന് ശേഷം എന്ന മട്ടിൽ വരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകൾ പോയി ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. അതെ, അൻവർ സാദത്ത് MLA യുടെ ഇടപെടലുകൾ ഈ കേസിനകത്ത് പുറത്തു വരുമ്പോഴാണ് അതിനൊരു ബദൽ എന്നുള്ള നിലയ്ക്ക് മുകേഷിനെയും ഇന്നസെന്റെയും ഗണേഷ് കുമാറിനെയും മമ്മൂട്ടിയും ഒക്കെ അവതരിപ്പിക്കുന്നത്. അതിനെ രണ്ട് തരത്തിൽ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുകേഷിനെയോ ഇന്നസെന്റിനെയോ ഗണേഷ് കുമാറിനോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലുള്ള ആളുകൾ അവർ സിനിമാ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന മേഖലയ്ക്കകത്ത് നിലനിൽക്കുകയും അവരതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയും പ്രതികരിക്കാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ള കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമാ മേഖലയിൽ ഇല്ലാത്ത, അവിടെ ഇടപെടലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം അൻവർ സാദത്ത് എന്ന് പറയുന്ന MLA ഇതിനകത്ത് ഇടപെടുകയും നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള കുറ്റകൃത്യവും ഇടപെടലുകളുമാണ്. അത് സിനിമയല്ല താല്പര്യം, ഒരു സഹപ്രവർത്തകനോടുള്ള താല്പര്യമല്ല. ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയോട് അമിതമായ താല്പര്യം ഇവർക്ക് ആർക്കും കാണിക്കേണ്ടതില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ രണ്ട് സമീപനങ്ങളും
ഇരുവിഭാഗത്തിൻ്റെ സമീപനങ്ങളും രണ്ട് തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള തലങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തീർച്ചയായും ഈ അത് ഇതിൽ ഈ പറഞ്ഞ പോലെ അൻവർ ആഷി, സാദത്ത് അഡ്വക്കേറ്റ് ആഷി, ഞാൻ എന്ന് മടങ്ങി വരാം. പറയുന്ന ശ്രീ ഇതിനകത്ത് രാജസേനയിലേക്കും ശ്രീ ഇടപെടുമ്പോൾ ബൈജു ഇതൊരു കൊട്ടാരക്കരയിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള ഈ ഘട്ടത്തിൽ വേണ്ടതുകൊണ്ടാണ്. പക്ഷേ അപ്പോഴും സഹപ്രവർത്തകർ എന്ന പേരിൽ അവർക്കറിയാവുന്ന പല സുപ്രധാന വിവരങ്ങളും അവരുടെ ഒരു സഹപ്രവർത്തക ഇത്ര നീചമായി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ, പ്രതി പിടിക്കപ്പെട്ട ഘട്ടത്തിൽ ഇയാളാണോ പ്രതി എന്ന നിലയിൽ അറിയുന്ന കാര്യങ്ങൾ എത്ര പേർ അന്വേഷണ സംഘവുമായി അന്ന് പങ്കുവച്ചിരുന്നുവെങ്കിൽ ഇത്ര വൈകി ഒരു അറസ്റ്റ്, ദിലീപിന്റെ അറസ്റ്റ് ഒരുപക്ഷെ അന്ന് നടക്കുമായിരുന്നു. ആ അറസ്റ്റിനെ വൈകിപ്പിച്ചത് ചില ധാരണകളോടുകൂടിയായിരുന്നോ? അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന ഒരു ഗൗരവമായ പ്രശ്നം അപ്പോഴും തുടരുകയാണ്. മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും തലപൊക്കുകയാണോ താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ? ഇവിടെ ബൈജു കൊട്ടാരക്കര, നാളെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാനിരുന്നത്. അത് മാറ്റിവെച്ചു. ഇന്നസെന്റിന്റെ അസുഖമാണ് അതിനൊരു പ്രധാന കാരണമായി പറയുന്നത്. ആകാം, അല്ലാതിരിക്കാം. ഇതിനിടയിലാണ് സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ നിരന്തരം ഇപ്പോൾ ദിലീപ് അനുകൂല നിലപാടുകൾ പല വിധത്തിലെടുത്തുകൊണ്ടിരിക്കുക. അതൊരു തെറ്റൊന്നുമല്ല, അവർക്ക് അവരുടെ നിലപാട് പറയാം. പക്ഷേ അത് സംഘടനയ്ക്കകത്ത് തങ്ങളുടെ നിലപാടാക്കി, അല്ലെങ്കിൽ വേണ്ട സമയത്ത് വേണമെങ്കിൽ ദിലീപിനെ സസ്പെൻഡ് ചെയ്ത് നിർത്താമായിരുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്. അതിന് പോലും തയ്യാറാകാതെ ഉടനടി പുറത്താക്കിയതിൽ വലിയ അമർഷമുള്ള ആളുകൾ ഒത്തുകൂടുകയാണെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആവർത്തിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ പലർക്കും സുനിലിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയായിരുന്നു. സിനിമാ നടന്മാർ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ടും അവർ അത് മറച്ചുവെച്ചു. വാതോരാതെ പറയുന്ന തങ്ങളുടെ സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടിട്ടും ആക്രമിക്കപ്പെട്ടിട്ടും അതിനുശേഷം ഈ പ്രതി പിടിക്കപ്പെട്ടിട്ടും സ്വമേധയാ ഒരാളും ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇത് പങ്കുവെച്ചതായി യാതൊരു അറിവുമില്ല. അന്ന് തന്നെ ചെയ്തിരുന്നുവെങ്കിൽ അവർക്കും അറിയാം ഇതെവിടം വരെ പോകും. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം മാസങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ സംഭവിച്ചേനെ. അങ്ങനെ ചിന്തിക്കാവുന്ന സാഹചര്യങ്ങൾ, സിനിമാക്കാരുടെ ഈ മൗനവും അകന്നു നിൽക്കലും അന്വേഷണവുമായി സഹകരിക്കാത്തതും ഒക്കെ സംശയത്തിനിട നൽകുന്നതാണോ ബൈജു? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല അതിനകത്ത്. ഈ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു മുഖമൊന്നുമില്ല. ഇപ്പോൾ ഒരു വഷളായ ഒരു മുഖം തന്നെയാണ് അമ്മയ്ക്ക്. കുഷ്ഠരോഗം പിടിച്ചൊരു മുഖമാണ്. കാരണം അതിനകത്ത് ഇത്രയും ഒരു സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്കൊരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു മാനസികമായിട്ടോ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഇതിനകത്ത് ഒരാളെ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇതിനകത്ത് പ്രതി സ്ഥാനത്ത് ചേർത്ത് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടി വാതോരാ സംസാരിക്കുന്നത് ഇവരെയൊക്കെ കലാകാരന്മാരെന്നല്ല വിളിക്കേണ്ടത്, കാപാലികന്മാരെന്നാണ് വിളിക്കേണ്ടത്. അല്ലാതെ അമ്മയുടെ കുറെ താപ്പാരങ്ങളുണ്ട് അതിനകത്ത്. അവരിലവിടെ കൂടിയിരുന്നിട്ട് അവരെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങൾ ബാക്കിയുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത്. അമ്മയ്ക്കുള്ളിലെ ജയിലിലായ ദിലീപിന്റെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ദിലീപിന്റെ ആരാധകർ ആ സംഘടനയിൽ ഇപ്പോൾ ആരൊക്കെയാണ്? ശരത്തെ കുറച്ചധികം ആൾക്കുണ്ട്. ഈവൻ സിദ്ദിഖ് വരെ. അല്ലെന്നുണ്ടെങ്കിൽ സിദ്ദിഖൊന്നും ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കില്ല. കാരണം അവർക്കൊക്കെ അറിയാം ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആൾക്കാരെയും പൊതുജന രോഷം, ഭരണമുന്നണിയിൽ നിന്നും പാർട്ടികളിൽ നിന്നും വന്നിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ, ജനപ്രതിനിധി എന്ന നിലയിൽ അവർ എല്ലാം മാന്യതയിൽ ലംഘിക്കുന്നുവെന്ന് അവർക്ക് തന്നെ മുഖത്ത് നോക്കിയ ആളുകൾ പറയുന്നത് കേൾക്കേണ്ടി വന്ന സാഹചര്യം. അതുകൊണ്ട് അവർക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ടാകാം. അവിടെ പുതിയ ഉദയങ്ങളുണ്ടോ എന്നുള്ളതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരു ഘട്ടത്തിൽ പുറത്താക്കാൻ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു. പൃഥ്വിരാജ് കനത്ത ശബ്ദത്തിൽ അത് പറഞ്ഞപ്പോൾ. അപ്പോൾ മറ്റ് ആളുകൾ ശക്തമായി പുതിയ വാദഗതിയുമായി ദിലീപിന് വേണ്ടി രംഗത്ത് വരുന്നുണ്ടോ? അതിന്റെ തലവനാണോ സിദ്ദിഖ്? തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാനേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു മൂന്നാംകിട കേസായിരുന്നു ആ കേസ് എടുത്ത് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ലായിരുന്നു. അവർ ആദ്യം ഇരയുടെ കൂടെ നിൽക്കണമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഓരോ ദിവസവും ഇത് പറയുന്നതോടെ ബൈജു ഇവർക്കൊക്കെ പറയുന്നത് വെറും നാട്യമാണ്. ആ നടിയോട് ഒപ്പം ഉണ്ട്, അറിഞ്ഞുടനെ ഓടിച്ചെന്നു, ഇതറിഞ്ഞുടനെ ഇവിടെയും ഓടി വന്നു. ഇതാണ് സിദ്ദിഖ് പറഞ്ഞത്. ഇത് ഈ മുമ്പ് പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമൊക്കെയായി താരതമ്യം ചെയ്യുന്നതിലൂടെ ആ നടിയോട് അവർക്കുണ്ടെന്ന് പറയുന്ന അനുതാപം, ഐക്യദാർഢ്യം വെറും കാപട്യമാണെന്ന് അവരറിഞ്ഞോ അറിയാതെയോ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണോ ബൈജു? തീർച്ചയായിട്ടും അത് തന്നെ. അതിലെന്താ സംശയം? എന്താ
കാരണം ഇവർ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ അവഹേളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അല്ലാതെ ആരെയും സംരക്ഷിക്കാനോ അവർക്കെതിരെ നിയമസഹായം കൊടുക്കാനൊന്നും അല്ല നിൽക്കുന്നത്. അവർക്കിപ്പോൾ വേണ്ടത് എന്താ? അവരുടെ കൂട്ടത്തിൽ ഒരാൾ പ്രതിയെന്ന് പറഞ്ഞു പോയപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കുറേ പങ്കുവെച്ചോടക്കാർ എന്തായാലും ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവരുടെയും മുഖം രക്ഷിക്കണം. ആ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഘത്തെ ഉണ്ടാക്കി അതിനകത്ത് ബാക്കിയുള്ളവരെ കൂടെ ചേർത്ത് നിർത്തി ഒരു ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്നുള്ളൊരു സംഗതി ഉണ്ടാക്കി ആ നിരപരാധിത്വം ഉണ്ടെങ്കിൽ, നിരപരാധിയാണെങ്കിൽ ദിലീപ് പുറത്ത് വരണം കേട്ടോ, ഒരിക്കലും നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അയാൾ പ്രതിയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലായാലും പോലീസിന് മുമ്പിലായാലും നിയമത്തിന് മുമ്പിലായാലും ദിലീപ് പ്രതിയാണ്. അങ്ങനെ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ കൂടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതൊരു വലിയൊരു എന്താ പറയുക, കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇതൊരു ബൂമുണ്ടാക്കി ഇതങ്ങ് തെറ്റായി സ്ഥാപിക്കാം എന്ന് വെച്ചാൽ ഈ അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും അത് വിശ്വസിക്കത്തില്ല. അത് 100% അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇരയും വേട്ടക്കാരനും അല്ലെങ്കിൽ ഇതിൽ അപമാനിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി, ആ നടി, അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി, അതും ഒരേ സംഘടനയിലെ ആളുകൾ. പറഞ്ഞു വരുമ്പോൾ അമ്മ പറയുന്ന പോലെ മക്കളാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകനാണ്, സഹപ്രവർത്തകയാണ്. പക്ഷെ സിദ്ദിഖൊക്കെ ആവർത്തിച്ച് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെയൊക്കെ കേസ് ഓർമ്മിപ്പിക്കുന്നത് വഴി ഒരു തരത്തിലുള്ള 5 പൈസയുടെ താല്പര്യം ആ നടിയുടെ കേസിൽ അല്ലെങ്കിൽ ആ നടിയോട് ഐക്യദാർഢ്യമുണ്ടെന്ന് പറയുന്നതിൽ ഇല്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ സ്വയം പ്രകടിപ്പിക്കുകയാണോ? എല്ലാ താല്പര്യവും ദിലീപിലേക്ക് മാത്രം, അത് പറയാൻ മടിയില്ലാത്ത വിധം അവർ തുറന്നു പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണ് എങ്കിൽ ആ സംഘടന ആ ധാരണകളിലേക്ക് കൂടുതൽ പോയാൽ വലിയ അപകടങ്ങളിൽ ഇനിയും ചെന്നു ചാടാൻ ഇടയുണ്ടോ? ശ്രീ രാജസേനൻ. സംഘടനയ്ക്ക് വലിയ അപകടമൊന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ പരം എന്ത് സംഭവിക്കാനാണ്? തലമുറകൾ ഏകദേശം പഴയതും പുതിയതും ഒക്കെ ഏകദേശം തലയിൽ മുണ്ടിടാതെ പൊതുജനത്തെ സമീപിക്കാനാവാത്ത വിധം അപമാനിതരായിട്ടുണ്ട് ആ സംഘടനയിലൂടെ കലാകാരന്മാരായി നടക്കുന്ന അഭിനേതാക്കളും അതിന്റെ ഭാഗമായ ആളുകളും. അത് തീർച്ചയായിട്ടും അതൊക്കെ തരണം ചെയ്ത് വരാൻ സാധിക്കുമെന്നും അവർക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഈ പുറത്താക്കുന്നതൊന്നും വലിയ കാര്യമല്ല. അത് വലിയൊരു കാര്യമാണോ? അത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഈ മമ്മൂട്ടിയുടെ ഇന്നലെ വന്ന ഒരു പത്രസമ്മേളനം ഒഴിച്ച് ബാക്കി എവിടെയെങ്കിലും ഈ നടിയെ സംരക്ഷിക്കുമെന്നോ ആ നടിയെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടതെന്നോ ഒരു പ്രസ്താവന, ഒരു വാചകം ഏതെങ്കിലും അമ്മയുടെ ഒരു പ്രവർത്തകയോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ നിവർന്നു നിന്ന് ഇതിൽ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, സിദ്ദിഖ് പറയുന്ന ഈ നിലപാടിൽ നിന്ന് എവിടെങ്കിലും ആ നടിയോട് ആത്മാർത്ഥമായ ഒരു വലിയ പരിഗണനയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അത് ഞാൻ തുറന്നു പറയാം, ഈ നടന്മാരുടെ സംഘടനയെന്നല്ല, സിനിമയിലെ ഒരു സംഘടനയും ആ സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരാൾക്കാരും ഈ നടിക്ക് സപ്പോർട്ടുമായിട്ട് ഈ അടുത്ത കാലം വരെ വന്നിട്ടില്ല. അടുത്ത കാലം വരെ. ഇപ്പോൾ ഈ ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷം ചില കുമിളകൾ അവിടെയായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ അത്ഭുതകരമായിട്ട് ചിലർ ദിലീപിനെ കുറ്റം പറയുന്നു, അത്ഭുതകരമായിട്ട് ചിലർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില ആൾക്കാരെല്ലാം താങ്കൾ കൂടി അംഗമായ ഫെഫ്ക എന്ന സംഘടന സത്യത്തിൽ എപ്പോഴും താരാധിപത്യമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ സർഗധനരായ ആളുകളാണ് നിങ്ങൾ, സംവിധായകർ, തിരക്കഥാകൃത്തുക്കളൊക്കെ. ഇക്കാര്യത്തിൽ നിങ്ങൾ പ്രിയപ്പെട്ട താരങ്ങളെ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് അവരെ തിരുത്തിക്കാൻ കഴിയുന്ന ഫെഫ്ക എന്തു ചെയ്തു? 2, ആ ഫെഫ്കയിലെ അംഗങ്ങൾ പോലും WCCയിലുണ്ട്, വനിതാ കൂട്ടായ്മയിലുണ്ട്. താരസംഘടന മാത്രമല്ല, അഞ്ജലി മേനോൻ, ദീദി ദാമോദരൻ അടക്കമുള്ള ആളുകൾ അതിലുണ്ട്. ഫെഫ്കയിൽ നിന്നിട്ടും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിവിലാണ് അവർ ആ വഴിക്കിറങ്ങിയത്, അമ്മ മാത്രമല്ല. അപ്പോൾ അവർ പറയുന്നത് ശരിയല്ലേ? ആ കൂട്ടുകാരിയെ, അവളെ രക്ഷിക്കാൻ അവർക്കൊപ്പം ഞങ്ങൾ 10-20 ആളുകളെ ഉള്ളൂ, ഒറ്റയാളുമില്ല. അതിപ്പോഴും ആവർത്തിക്കുകയാണ്, അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സഹപ്രവർത്തകരെന്ന് മേനി നടിക്കുന്ന ആളുകൾ, അഭിനേതാക്കൾ. ഇതല്ലേ സത്യം? ഒരു കാര്യം ഞാൻ പറയാം. സിനിമാ പ്രവർത്തകൻ, അവൻ നടനായാലും സംവിധായകനായാലും നിർമ്മാതാവായാലും ക്യാമറാമാനായാലും തിരക്കഥാകൃത്തായാലും ആരായാലും അവരുടെ എക്സിസ്റ്റൻസ് അവരൊരു നോക്കും.
അത് സിനിമാ പ്രവർത്തകരുടെ ഒരു 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 പ്രത്യേക രീതിയാണ്. അത് മുൻകാലങ്ങൾ മുതൽ ഇങ്ങോട്ടാണ്. ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അതുകൊണ്ട് ശത്രുത സംഭരിക്കാനായിട്ട് ആരും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്കിപ്പോൾ നെഗറ്റീവായിട്ട്, ഇപ്പോൾ ദിലീപിൻ്റെ മേലെ തന്നെ ഒരു കുറ്റമായിട്ട് തോന്നിയാലും ആരും അത് പറയാൻ തയ്യാറാവത്തില്ല. അവിടെ ശരിയാണ്. ഇനി അവരെയൊക്കെ നടിയുടെ നെഞ്ചിലേറ്റുന്ന മേലെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെ നമ്മൾക്ക് നെഞ്ചേറ്റാൻ കഴിയുന്ന കലാകാരന്മാരായി കാണാനാവില്ല. ജോയ് മാത്യു പറഞ്ഞല്ലോ, ജോയ് മാത്യു അടക്കം അഭിനയം തൊഴിലാക്കിയ ആളുകളാണ് ഇവർ. വയറിന്റെ വിശപ്പ് മാറ്റാൻ, സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഏർപ്പാടിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും. ഇപ്പോൾ രാജസേനൻ പറഞ്ഞ പോലെ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഈ പീഡനം, സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനം, ഇപ്പോൾ ഡൽഹി എടുത്താലും സൗമ്യ കേസ് എടുത്താലും ഒന്നും മുൻ ഗൂഢാലോചന ശക്തമായി ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്ത് ആദ്യമായിട്ടാണ് രാജ്യം ശ്രദ്ധിക്കാൻ പോകുന്ന നിലയിൽ ഒരു ലൈംഗിക പീഡനം, ഒരു സ്ത്രീ പീഡനം ഉണ്ടായിരിക്കുന്നത്. അതിൽ പോലും ആർജവത്തോടെ നിലപാട് പറയാൻ കഴിയുന്നില്ല എങ്കിൽ, ഇപ്പോഴും അവരുടെ ഇരട്ടത്താപ്പ് തെളിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ എന്താണ് അവരെ വിളിക്കേണ്ടത്? അഡ്വക്കേറ്റ് രാശി. അല്ല, ഇത് ഇവരുടെ കച്ചവട സാമ്പത്തിക താല്പര്യത്തിനപ്പുറം മറ്റൊരു നിലപാടിലേക്ക് അവർ പോകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഇവരുടെ അസോസിയേഷൻ ഒരു നടപടിയെടുക്കുന്നു, ദിലീപിനെ അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. അതൊരു നടപടിയാണ്. ആ നടപടി വിശദീകരിച്ചിട്ടുണ്ട്. ആ നടപടി വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതിൽ ഇരയാക്കപ്പെട്ട നടിയുടെ കൂടെയാകുമെന്നാണ്. പക്ഷേ അമ്മയിലെ അംഗങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മയിലെ അംഗങ്ങൾ പലരും ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള നടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർ അമ്മയുടെ തീരുമാനം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അമ്മയുടെ തീരുമാനം അംഗീകരിക്കാത്ത അമ്മയിലെ അംഗങ്ങൾക്ക് എതിരെ എന്തെങ്കിലും നടപടികൾ അമ്മ ഇപ്പോൾ കൈക്കൊള്ളുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ അത് തെറ്റായിപ്പോയി, ഇത് ചെയ്ത് ശരിയല്ല എന്ന് അമ്മയുടെ നേതൃത്വം പറയുന്നുണ്ടോ? അവർ പറയുന്നില്ല. അപ്പോൾ ഇത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി തൽക്കാലം മുഖം രക്ഷിക്കാൻ ഒരു നടപടിയെടുത്തു എന്നതിനപ്പുറം ഈ സിനിമയിൽ നിന്നോ സിനിമാക്കാരിൽ നിന്നോ മറ്റൊരു ഇടപെടലും ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതീക്ഷിക്കുന്ന നമ്മൾ ഇവരുടേതായ സാമ്പത്തിക താല്പര്യം. അങ്ങനെ കരുതിയാൽ അവർക്ക് നമ്മൾക്ക് ആ വില കൊടുത്തു മാറ്റി നിർത്താം. അതേസമയം അവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ അവസ്ഥ ആ WCC എന്ന സംഘടന പറഞ്ഞ പോലെ കൂടുതൽ പരിതാപകരമാകും. അന്നും ഒരാൾ പോലും ഉണ്ടാകില്ല ആത്മാർത്ഥമായി പിന്തുണയ്ക്കാൻ. ആദ്യഘട്ടത്തിൽ ആക്രോശിച്ച ചില യുവനടന്മാർ പോലും പതുക്കെ സ്വരം മാറ്റിയത് നമ്മൾ കണ്ടു. ആ രൂപത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു കൂട്ടമായി യുവ താരങ്ങളും മാറുന്നു. നേതൃപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബൈജു എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഫേസ്ബുക്കിൽ വലിയ വിപ്ലവമൊക്കെ പ്രസംഗിക്കും, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയും. തീർച്ചയായും ആ യോഗത്തിൽ പൃഥ്വിരാജ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉടനടി ദിലീപിനെ പുറത്താക്കിയെന്ന് സത്യമാണെങ്കിലും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയത്തിലേക്ക് അവർ വരുന്നു. അവർ അതിന് തയ്യാറാകുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഈ സംഘടനകളിൽ അന്ന് മമ്മൂട്ടി മോഹൻലാലും മൗനം പാലിച്ചു. ഇതൊക്കെ ആലോചിച്ചാൽ അവരുടെ മൗനം എത്രയോ ഭേദമാണ് എന്നും പറയേണ്ടി വരും. ഈ സംഘടനയ്ക്കകത്ത് അവരുടെ സ്പേസ്, അവരുടെ താല്പര്യങ്ങൾ, അവർ ആർക്കൊപ്പം എന്നതടക്കം ജനം ചിന്തിക്കുന്നുണ്ടാവില്ലേ? അത് അവർ ആലോചിക്കുന്നുണ്ടാവുമോ? ശ്രീ ബൈജു. ഈ സംഭവം നടന്ന് അതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ പറഞ്ഞു, കേൾക്കാമോ? കേൾക്കാം. ഈ സേനഞ്ഞേട്ടൻ പറഞ്ഞതിൽ ഒരു ചെറിയ പറയാണ്, ഈ കുട്ടിക്ക് ഈ ഇഷ്യൂ ഉണ്ടായതിന്റെ പിറ്റേ ദിവസം മുതൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരു ശ്രമം കൂടി നടത്താം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇക്കാര്യത്തിൽ താങ്കൾക്ക് ശക്തമായി ഒരു നിലപാട് അവതരിപ്പിക്കാൻ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് മടങ്ങി വരാം. അവസാനമായി ശ്രീ രാജസേനൻ, ഒരു പാഠവും പഠിക്കാൻ, താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇതുകൊണ്ടൊന്നും ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ചലച്ചിത്ര കലാകാരന്മാരായി മലയാള സിനിമാ ലോകം നിർഭാഗ്യവശാൽ മാറാൻ വലിയ സാധ്യതയാണ് കാണുന്നത്. അത് പറയാതിരിക്കാനാവില്ല. ഇവർക്കൊക്കെ ഇവരെ ബാധിച്ചിരിക്കുന്ന ഒരു ജ്വരം എന്ന് പറയുന്നത് ഈ പണത്തിനോടുള്ള ആർത്തിയാണ്. അത് പ്രത്യേകിച്ചും താരങ്ങളെ, സംവിധായകരിലും ചിലരുണ്ട്, തിരക്കഥാകൃത്തുകളിലും ചിലരുണ്ട്, ക്യാമറാമാന്മാരിലും ചിലരുണ്ട്. പക്ഷേ താരങ്ങളാണ് ഭീമമായ സംഖ്യ വാങ്ങുന്നത്. ഒരു താരത്തെ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്നുള്ളത് മറന്നു പോകുന്ന ഏറ്റവും വലിയ ആൾക്കാർ ഈ താരങ്ങൾ തന്നെയാണ്. അതായത് അവർ ഈ ക്രിയേറ്റേഴ്സിനെ മറക്കുന്നു, സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ക്യാമറാമാനെയൊക്കെ അവർ മറക്കുന്നു.
ജനങ്ങളെ മറക്കുന്നു, സ്വയം മറക്കുന്നു. ഇതാണ് ഈ താരങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അവർ കയറി ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളായിട്ട് ശോഭിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉദിച്ച നക്ഷത്രങ്ങളാണെന്ന് വിശ്വസിച്ച് പണത്തിന് പിറകെ ആർത്തിയോടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ ദിലീപിന് സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവിച്ചിരിക്കുന്നതിനകത്ത് രാജസേനൻ പറഞ്ഞു വരുന്നത് ഒന്ന്, തന്നെ ആരും തൊടില്ല. അതായത് ഇതെല്ലാം പറയുമ്പോഴും ആവർത്തിക്കാൻ യാതൊരു മടിയുമില്ല. പോലീസിന്റെ അന്വേഷണമാണ്, കണ്ടെത്തലുകളാണ്, അവർ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. പ്രാഥമികമായ രേഖകളിലൂടെ മാധ്യമങ്ങളിലേക്കടക്കം അത് വരുന്നുമുണ്ട്. പക്ഷേ കോടതിയാണ് അന്തിമമായി വിലയിരുത്തേണ്ടത് ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ എന്ന്. അതുവരെ ഇത് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമ വിചാരണ എന്നു പറഞ്ഞ് നെറ്റിചുളിക്കുന്നവർ ദയവായി ഒഴിവാകുക എന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. ശ്രീ രാജസേനൻ, അതായത് ദിലീപിന്റെ ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം, തന്നെ തൊടില്ല, താൻ വലിയ സംഭവമാണ്, തനിക്ക് എങ്ങനെ ആലോചിച്ചാലും പോകാം, സംഘടനകൾ കൂടെ നിൽക്കും, ഞാൻ പറയുന്ന ഏത് ഊളത്തരവും കൂടെ നിൽക്കുന്ന ആളുകൾ അതേപടി വിശ്വസിച്ചുകൊള്ളും, ഈ രൂപത്തിലുള്ള ഒരു ദിലീപാണ് ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോയതുകൊണ്ട്, ഈ നാട്ടിലെ നിയമവ്യവസ്ഥയും നീതിവ്യവസ്ഥയും തിരിച്ചറിയാതെ പോയതുകൊണ്ട് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. ആ ദിലീപിനെയാണോ താങ്കൾ കാണുന്നത് ശ്രീ രാജസേനൻ? ഒന്നുകിൽ ദിലീപിൻ്റെ ധീരതയ്ക്ക് പിന്നിൽ ഒരു നിരപരാധിയായ ദിലീപ് ഉണ്ടാവും, അല്ലെങ്കിൽ ദിലീപിൻ്റെ ധീരതയ്ക്ക് പിന്നിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഈ രണ്ടിലൊന്നാണ് ദിലീപിനെ ഇപ്പോൾ അടക്കി ഭരിക്കുന്ന വികാരങ്ങൾ. അവിടെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ദിലീപിൽ ഇതിൽ ഏത് ദിലീപാണ് വിജയിക്കുന്നതെന്നുള്ളത്. അത്രേ ഇപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും അത് തൽക്കാലം അവിടെ നിർത്താം. വളരെയധികം നന്ദി ശ്രീ രാജസേനൻ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. നേരത്തെ ശ്രീ ബൈജു പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയാക്കാം. ഞാൻ ചോദ്യം ചോദിച്ചത് ആവർത്തിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീ സേനചേട്ടൻ പറഞ്ഞൊരു കാര്യം തിരുത്തു വരുത്താനായിരുന്നു. ഈ കുട്ടിക്ക് അപകടം ഉണ്ടായ അന്ന് മുതൽ കൂടെ നിൽക്കുന്ന മലയാള സിനിമയിലെ ഏക സംഘടനയായിരുന്നു മാക്ട ഫെഡറേഷൻ. ഞാൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. പിന്നെ ഈ സിനിമാ സംഘടനയായ അമ്മയുടെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ഈ പുതുമുഖ താരങ്ങൾ യുവതലമുറ, ഈ യുവതലമുറ ഈ പഴയ താപ്പാനകളെ അനുസരിച്ച് വീണ്ടും മുമ്പോട്ട് പോയാൽ സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി ജന്മത്ത് നടക്കാൻ പറ്റാത്ത ചില കോലങ്ങളായിട്ട് അവർ മാറേണ്ടി വരും. സിനിമാ താരങ്ങളെന്ന് പോലും ചിലപ്പോൾ സമൂഹം അവരെ വിളിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും. ചില താരങ്ങൾ ചോദിച്ചല്ലോ ജനമാരാന്ന് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ജനം തന്നെ തിരിച്ചു ചോദിക്കും താൻ ആരാ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. അതിലും ഭേദം ഞാൻ പറയുന്നത് ചിന്തിക്കുന്ന കുറച്ച് അല്പമെങ്കിലും മൂളയുള്ള ചിന്തിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ബുദ്ധിയും വിവേകം ഉണ്ടെങ്കിൽ അവർ യാഥാർത്ഥ്യം തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ നമ്മൾക്ക് അതിൽ പറയാനുള്ളൂ. പോട്ടെ, ഞാൻ ചോദിച്ച രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും, അവര് എന്താണ് ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നത്? ഒരു നിർബന്ധിത അവസ്ഥയിൽ ദിലീപിനെ പുറത്താക്കി, അത്ര പ്രധാനപ്പെട്ട തീരുമാനം അവരെടുത്തത് ആശ്വാസകരമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് അവർ ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത്? അവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അവരുടെ മൗനം അത് വളരെ മോശമായി പോയി എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അവർ മൗനം പാലിക്കാൻ പാടില്ല. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള ഇത്രയും പിന്നെ ജനസമ്മതിയുള്ള ഈ രണ്ട് താരങ്ങൾ, സൂപ്പർ താരങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവരെങ്കിലും വളരെ ബൈജു, ഞാൻ ചോദിക്കാൻ കാര്യം, മമ്മൂട്ടിയും മോഹൻലാലും നെടും തൂണുകളായി നിൽക്കുന്ന ആ സംഘടനയിൽ ആണല്ലോ ഇപ്പോൾ ദിലീപ് അനുകൂലികൾ ഒത്തുചേരുന്നു. ആ ഭരണസമിതിയിൽ അവരുടേതായ താല്പര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഇവരുടെ നിലപാട് എന്താണ് എന്നൊരു ചോദ്യവും അന്വേഷണവും സ്വാഭാവികമായി മലയാളിക്ക് മുമ്പിൽ വരുന്നത്. അവർക്ക് പ്രഥമ പരിഗണന ഇവരെ തന്നെയാണ്, അല്ലാതെ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊന്നുമല്ല. അവരെന്തു പറയുന്നു, അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നു, ശരിയുടെ പക്ഷത്താണോ അവർ, അതോ ഈ പറയുന്ന വാക്കുകളിൽ വിശ്വസിച്ചവർ ഇപ്പോഴും തുടരുകയാണോ, ഒരു നിലപാടെടുക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് സ്വാഭാവികമായി ആളുകൾ ചോദിക്കില്ലേ? അവിടെ എവിടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും? അവർക്ക് ശരിയുടെ പക്ഷം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും അവർ. പക്ഷേ അവർക്ക് ഈ ദിലീപിന്റെ ഈ ഒരു ഏർപ്പാടുകളിൽ, ഈ പ്രൊഡക്ഷൻ മുതൽ തിയേറ്റർ വരെയുള്ള ആ ഇടപെടലുകളിൽ അവർക്ക് പോലും ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അവർ പോലും മിണ്ടാതിരിക്കുന്നത്. അവർക്കറിയാം കുറച്ചു കാലം സിനിമയിൽ നിന്നാൽ അവരുടെ സിനിമ വരുമ്പോൾ പോലും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായേക്കാൻ നമുക്കറിയാം. ശ്രീ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ റിലീസായപ്പോൾ അതിനകത്ത് നടന്ന ഇഷ്യൂസും കളികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു പറഞ്ഞാലും, ദിലീപ് എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു രീതിയിലേക്ക് അവരും മാറിക്കഴിഞ്ഞു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദിലീപിനെ മാറ്റി നിർത്താൻ വേണ്ടി യുവതാരങ്ങൾ കുറച്ച് പേര് പറഞ്ഞപ്പോൾ എന്തിനാ മാറ്റി നിർത്തിയത്? ഈ മാറ്റി നിർത്തിയിട്ട് എന്തിനാ ഈ പഴയ താരങ്ങൾ ചില ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ആ സപ്പോർട്ട് ചെയ്തതിലൊരു വലിയൊരു ഓളം ഉണ്ടാക്കാനുള്ള ശ്രമത്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു എത്ര ഓളം ഉണ്ടായാലും കേരളത്തിലെ ജനങ്ങൾ അതിൽ നിന്ന് മാറില്ല, അതിൽ യാതൊരു സംശയവുമില്ല.
ഈ താരങ്ങൾ ഇങ്ങനെ നടന്ന് പറയാമെന്നുള്ളതല്ലാതെ, അവരുടെ ഇമേജ് കളയാമെന്നുള്ളതല്ലാതെ, ജനങ്ങളുടെ മുമ്പിൽ അടിക്കടി അവരിങ്ങനെ ഈ ജൽപ്പനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്നുള്ള പേരുപയോഗിച്ച് പുറത്തിറങ്ങി നടന്നാൽ പോലും. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ രാജസേനൻ, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് എം സി ആഷി, അടുത്തൊരു ചർച്ചയിൽ കൂടി താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ, ഈ കേസിൽ ഒരൊറ്റ ലളിതമായ ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഇപ്പോൾ സ്ത്രീപീഡന കേസാണ്. പൾസർ സുനി കുറ്റപത്രം കിട്ടിയതിന് ശേഷവും ജയിലിൽ തുടരുന്നു. അവിടെയാണ് ദിലീപ് കൂടി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ജാമ്യ നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. കേസിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ തീവ്രതയും ഒക്കെ പരിശോധിച്ചാൽ ജാമ്യം എന്നത് ദിലീപിനെ സംബന്ധിച്ച് എത്രയോ അകലെയുള്ള ഒന്നായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ജാമ്യം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരു പരിധിക്കപ്പുറം അകാരണമായി ഒരു പ്രതിയെ ജയിലിൽ ഈ കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി, പൾസർ സുനി 90 ദിവസവും കഴിഞ്ഞ്, അതെ, ഞാനതാണ് ചോദിച്ചത്. 90 ദിവസത്തിന് ശേഷവും ജയിലിൽ തന്നെയാണ്. ആ കേസിലെ കൂട്ടുപ്രതിയാണ് ദിലീപ്. അല്ല, അതെ, ഞാനതാ പറഞ്ഞു വരുന്നത്. ഈ 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം പൾസർ സുനിക്കെതിരെ കൊടുക്കാൻ കഴിഞ്ഞതിൽ പോലീസ് വിജയിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണെങ്കിൽ, തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി അടിയന്തരമായി ശക്തമായൊരു കുറ്റപത്രം നിശ്ചിത സമയത്തിനകം ബോധിപ്പിക്കാൻ പോലീസിന് കഴിയുകയാണെങ്കിൽ ഈ ജാമ്യാപേക്ഷ കൃത്യമായി ഒബ്ജക്റ്റ് ചെയ്യുന്നതിന് അവർക്ക് കഴിയുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജാമ്യത്തിൻ്റെ സ്ഥിതി സ്വാഭാവികമായും നീണ്ടുപോകാൻ ഇടയുണ്ട്. അനന്തമായി അഴി എണ്ണിയേക്കാം എന്നാണോ? അല്ല, അത് മറ്റ് ഈ കുറ്റപത്രത്തിന്റെ സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ചിരിക്കും. ഇദ്ദേഹത്തെ പുറത്തു വിടുന്നതിന്റെ ഭാഗമായി ഈ കേസിന്റെ നടത്തിപ്പിനോ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ, ഇപ്പോൾ ആ സ്വാധീനിക്കൽ എന്ന വസ്തുതയൊക്കെ പോലീസിന് വളരെ ഭംഗിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പുറത്തു വന്ന വസ്തുതകൾ വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാൽ ഈ സാക്ഷികളെ സ്വാധീനിക്കുകയും ഈ കേസിന്റെ വിചാരണ അട്ടിമറിക്കപ്പെടുകയും എന്നുള്ള സ്ഥിതിയിലേക്ക് മാറുമെന്നുള്ള ഒരു കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ വിചാരണ പൂർത്തിയാകുന്നത് വരെ ചിലപ്പോൾ ജയിലിനകത്ത് കിടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അല്ലെങ്കിൽ കഠിനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രം ജാമ്യത്തിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വസ്തുത. ഏതായാലും തെളിവെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാളെ ഏതായാലും പോലീസ് കസ്റ്റഡി അവസാനിപ്പിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ മാധ്യമ വിചാരണയിലൂടെ ദിലീപിന് ശിക്ഷ വിധിക്കാനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നിലയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമാ സംഘടന, വിശേഷിച്ച് താരസംഘടന അമ്മയ്ക്കുള്ളിൽ തലപൊക്കുന്ന പുതിയ പ്രതിഭാസങ്ങൾ, പുതിയ താല്പര്യങ്ങൾ, അത് പതുക്കെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം പതുക്കെ പരസ്യമായി തുറന്നു പറയാൻ തയ്യാറെടുക്കുന്ന, താല്പര്യപ്പെടുന്ന ആളുകൾ, അവരുടെ നിലപാടുകൾ, അവരുടെ ലക്ഷ്യം, ഇതെല്ലാമായിരുന്നു പ്രൈം ഡിബേറ്റിൻ്റെ ഈ ചർച്ചയ്ക്ക് ആധാരമായി ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. വളരെയധികം നന്ദി ശ്രീ രാജസേനൻ, ഒപ്പം തന്നെ ശ്രീ ബൈജു കൊട്ടാരക്കര ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു സമരം ഉയർത്തുന്ന വലിയ തലവേദനകളും ആശങ്കകളും കേരളത്തിൻ്റെ ആതുര സേവന രംഗത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ആരോഗ്യമന്ത്രി ഇന്ന് ചോദിച്ചതുപോലെ ആശുപത്രികൾക്കും നഴ്സുമാർക്കും ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലേ? ആ ചർച്ചയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികൾ ഉടൻ എത്തിച്ചേരും.